തൃശ്ശൂരും അതായത് ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. കട്ടപ്പന നഗരസഭയിൽ മുൻ MLA EM അഗസ്തി തോറ്റു എന്നുള്ളതാണ്. അഹമ്മദ് തോറ്റു 3 തവണ MLA ആയിട്ടുള്ളയാളാണ് അഗസ്തി. അദ്ദേഹം തോറ്റു. യെസ്, കട്ടപ്പനയിൽ നിന്നുള്ള വാർത്ത വരുമ്പോൾ അത് തീർച്ചയായും EM അഗസ്തിയുടെ തോൽവിയാണ്. ഒപ്പം ശ്രീജിത്ത് നൽകുന്ന വിവരങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ടോം നൽകുന്ന മറ്റൊരു വിവരമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കോർപ്പറേഷന്റെ സീറ്റ് നില മാറിമറിയുകയാണ്. അവിടെ LDF 14 എന്നതാണ് ടോം നൽകുന്ന വിവരങ്ങൾ. UDF 26, NDA 6 എന്നിങ്ങനെയാണ്. കോൺഗ്രസ് വിമതർ 3 എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിൽ LDF 5 UDF 2 എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതായത് തൃശ്ശൂരിൽ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ എന്തായാലും UDFന് ആശ്വാസമേകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം ആണ് പക്ഷേ ഇപ്പോഴും പിടികൊടുക്കാത്തത്. NDAയോ LDFോ LDFന് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. വോട്ടെടുപ്പിന് ശേഷം തിരുവനന്തപുരം നിലനിർത്തും എന്നുള്ളത് തന്നെയായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം NDA നടത്തുന്നു തിരുവനന്തപുരത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് തലസ്ഥാനം തന്നെയായിരുന്നു. ആ തലസ്ഥാന നഗരത്തിൽ ആണ് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. ജയിച്ച സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 18, 16 പക്ഷേ ലീഡ് ഉൾപ്പെടെ നോക്കുമ്പോൾ 30. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ നില. വീണ്ടും NDA മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് NDA 30 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ LDFന് ലീഡ് നില കുറയുന്നു. 27ലേക്ക് ലീഡ് നില കുറയുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു മേൽക്കൈ എന്നോ അപ്രമാദിത്വമെന്നോ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മേൽക്കൈ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇതാ 30-27, അതായത് UDFന് 7, LDFന് 27, NDAക്ക് 30